ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോഗോസ് ലൈഫ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം. ചോദ്യം 1. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 20 വാക്യങ്ങൾ. ചോദ്യം 2. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിലെ ഏക ശീർഷകം എന്ത്? സാംസന്റെ വിവാഹം. ചോദ്യം 3. ന്യായാധിപന്മാർ 14:1 അനുസരിച്ച് സാംസൺ എവിടേക്കാണ് പോയത്? തിമ്നായിലേക്ക് പോയി. ചോദ്യം 4. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വച്ച് അവൻ ആരെയാണ് കണ്ടത്? ഒരു ഫിലിസ്ത്യ യുവതിയെ. ചോദ്യം 5. സാംസൺ ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? തിമ്നായിൽ വെച്ച്. ചോദ്യം 6. സാംസൺ തിമ്നായിൽ നിന്ന് തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞതെന്ത്? തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ചോദ്യം 7. തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ പറഞ്ഞത് ആരോട്? അവൻ്റെ മാതാപിതാക്കന്മാരോട്. ചോദ്യം 8. ആരെ വിവാഹം ചെയ്തു തരണമെന്നാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറഞ്ഞത്? തിമ്നായിൽ വെച്ച് കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയെ. ചോദ്യം 9. തിമ്നായിൽ വെച്ച് കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയെ വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ പറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാരുടെ മറുപടി എന്തായിരുന്നു? നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? ചോദ്യം 10. എവിടെ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് മാതാപിതാക്കന്മാർ ചോദിക്കുന്നത്. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ? ചോദ്യം 11. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ഡാഷ് ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ. ചോദ്യം 12. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്ന് മാതാപിതാക്കന്മാർ പറഞ്ഞപ്പോൾ സാംസൺ മറുപടി പറഞ്ഞതെന്ത്? അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദ്യം 13. ന്യായാധിപന്മാർ 14:3 ഫിലിസ്ത്യരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപരിച്ഛേദിതരായ ഫിലിസ്ത്യർ. ചോദ്യം 14. അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആര് ആരോട് പറഞ്ഞു? സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട്. ചോദ്യം 15. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് ആര് മനസ്സിലാക്കിയിരുന്നില്ല? സാംസന്റെ മാതാപിതാക്കന്മാർ. ചോദ്യം 16. ന്യായാധിപന്മാർ 14:4 അനുസരിച്ച് സാംസന്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കാതിരുന്നത് എന്ത്? അത് കർത്താവിൻ്റെ ഹിതമാണെന്ന്. ചോദ്യം 17. അവിടുന്ന് ആർക്കെതിരായി ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു? ഫിലിസ്ത്യർക്കെതിരായി. ചോദ്യം 18. അക്കാലത്ത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത്? ഫിലിസ്ത്യർ. ചോദ്യം 19. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ പോയത് എവിടേക്ക്? തിമ്നായിലേക്ക്. ചോദ്യം 20. എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ. ചോദ്യം 21. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ സാംസന്റെ നേരെ അലറി വന്നത് എന്ത്? ഒരു സിംഹക്കുട്ടി. ചോദ്യം 22. ആരാണ് സാംസണിൽ ശക്തമായി ആവസിച്ചത്? കർത്താവിൻ്റെ ആത്മാവ്. ചോദ്യം 23. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ചപ്പോൾ അവൻ സിംഹത്തെ എന്തു ചെയ്തു? ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ചോദ്യം 23. സാംസൺ എന്തുകൂടാതെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ആയുധം കൂടാതെ. ചോദ്യം 24. ആയുധം കൂടാതെ എന്തുപോലെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ആട്ടിൻകുട്ടിയെ എന്ന പോലെ. ചോദ്യം 25. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. ആര് ഏതു കാര്യം? സാംസൺ ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം. ചോദ്യം 26. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. ഏതു സ്ത്രീയോട്? അവൻ കണ്ടുമുട്ടുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഫിലിസ്ത്യ യുവതിയോട്. ചോദ്യം 27. കുറച്ചുനാൾ കഴിഞ്ഞ് സാംസൺ എന്തിനു വേണ്ടിയാണ് വന്നത്? അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ. ചോദ്യം 28. ഫിലിസ്ത്യ യുവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന സാംസൺ വഴിമധ്യേ എന്ത് കാണാനാണ് തിരിഞ്ഞത്? ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ. ചോദ്യം 29. സാംസൺ തേൻകൂട് കണ്ടത് എവിടെയാണ്? സിംഹത്തിൻ്റെ ശരീരത്തിൽ. ചോദ്യം 30.
അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഡാഷ് പൂരിപ്പിക്കുക തേൻകൂട്. ചോദ്യം 31. വഴിമധ്യേ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടത് എന്ത്? ഒരു തേൻകൂട്. ചോദ്യം 32. സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് സാംസൺ എന്തു ചെയ്തു? അടർത്തിയെടുത്ത് ഭക്ഷിച്ചു. ചോദ്യം 33. സാംസൺ തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ആരുടെ അടുത്തെത്തി? മാതാപിതാക്കന്മാരുടെ. ചോദ്യം 34. അവർക്കും കൊടുത്തു, അവരും ഭക്ഷിച്ചു. ആര് ആർക്ക് എന്തു കൊടുത്തു? സാംസൺ തൻ്റെ മാതാപിതാക്കന്മാർക്ക് തേൻകൂട്. ചോദ്യം 35. ന്യായാധിപന്മാർ 14:9 അനുസരിച്ച് എന്ത് കാര്യമാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറയാതിരുന്നത്? ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന കാര്യം. ചോദ്യം 36. ന്യായാധിപന്മാർ 14:10 പ്രകാരം അവൻ്റെ പിതാവ് എവിടേക്കാണ് പോയത്? യുവതിയുടെ വീട്ടിലേക്ക്. ചോദ്യം 37. സാംസൺ വിരുന്നു നടത്തിയത് എവിടെ? യുവതിയുടെ വീട്ടിൽ. ചോദ്യം 38. ന്യായാധിപന്മാർ 14:10 പ്രകാരം അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വിരുന്നു നടത്തിയത് ആരാണ്? സാംസൺ. ചോദ്യം 39. ന്യായാധിപന്മാർ 14:10 അനുസരിച്ച് യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. എന്ത്? വിരുന്നു നടത്തുന്നത്. ചോദ്യം 40. സാംസനെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? 30 പേരെ. ചോദ്യം 41. ആരെ കണ്ടപ്പോഴാണ് അവിടുത്തുകാർ അവന് 30 പേരെ തോഴരായി കൊടുത്തത്? സാംസനെ കണ്ടപ്പോൾ. ചോദ്യം 42. സാംസൺ തൻ്റെ തോഴരോട് ഞാൻ നിങ്ങളോട് എന്ത് പറയാം എന്നാണ് പറഞ്ഞത്? ഒരു കടങ്കഥ. ചോദ്യം 43. സാംസൺ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം എത്ര ദിവസത്തിനകം ആണ് പറയേണ്ടത്? വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. ചോദ്യം 44. 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തൊക്കെ തരാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ചോദ്യം 45. കടങ്കഥയുടെ ഉത്തരം 7 ദിവസത്തിനകം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരണം എന്നാണ് സാംസൺ പറഞ്ഞത്? 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. ചോദ്യം 46. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. ആരുടെ? സാംസന്റെ. ചോദ്യം 47. സാംസൺ പറഞ്ഞ കടങ്കഥ എന്ത്? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ചോദ്യം 48. ഭോക്താവിൽ നിന്ന് എന്ത് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭോജനം. ചോദ്യം 49. മല്ലനിൽ നിന്ന് എന്ത് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാധുര്യം. ചോദ്യം 50. 3 ദിവസമായിട്ടും തോഴർക്ക് പിടികിട്ടാതിരുന്നത് എന്ത്? കടങ്കഥയുടെ പൊരുൾ. ചോദ്യം 51. എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് പറയുന്നത്? 3 ദിവസമായിട്ടും. ചോദ്യം 51. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് എങ്ങനെ കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്നാണ് പറഞ്ഞത്? നിന്റെ ഭർത്താവിനെ വശീകരിച്ച്. ചോദ്യം 53. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യും എന്നാണ് അവർ സാംസന്റെ ഭാര്യയോട് പറയുന്നത്? കുടുംബത്തോടെ ചുട്ടരിക്കും. ചോദ്യം 54. ഡാഷ് ആക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? പൂരിപ്പിക്കുക. ദരിദ്രരാക്കാനാണോ? ചോദ്യം 55. ആരാണ് സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? സാംസന്റെ ഭാര്യ. ചോദ്യം 56. സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ത്? നിനക്ക് എന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല. ചോദ്യം 57. എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? ആര് ആരോട് പറഞ്ഞു? സാംസൺ അവൻ്റെ ഭാര്യയോട്. ചോദ്യം 58. ആരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ എന്നാണ് സാംസൺ ഭാര്യയോട് ചോദിക്കുന്നത്. എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും. ചോദ്യം 59. സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്ത എന്ത് കാര്യമാണ് ഭാര്യയോട് പറയാത്തത്? കടങ്കഥയുടെ പൊരുൾ. ചോദ്യം 60. വിരുന്നവസാനിക്കുന്ന എത്രാം ദിവസം വരെയാണ് സാംസന്റെ ഭാര്യ അവനോട് കടങ്കഥയുടെ പൊരുൾ കേണു ചോദിച്ചത്? 7-ാം ദിവസം വരെ. ചോദ്യം 61. എന്ത് അവസാനിക്കുന്ന 7-ാം ദിവസം വരെയാണ് സാംസന്റെ ഭാര്യ അവനോട് കടങ്കഥയുടെ പൊരുൾ കേണു ചോദിച്ചത്? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. ചോദ്യം 62. സാംസൺ തൻ്റെ ഭാര്യയ്ക്ക് കടങ്കഥയുടെ പൊരുൾ വെളിപ്പെടുത്താൻ കാരണമെന്ത്? അവളുടെ നിർബന്ധം മൂലം. ചോദ്യം 63. അവൾ
കടങ്കഥയുടെ പൊരുൾ ആരോടാണ് പറഞ്ഞത്? തൻ്റെ ആളുകളോട്. ചോദ്യം 64. പട്ടണവാസികൾ സാംസനോട് കടങ്കഥയുടെ പൊരുൾ പറഞ്ഞത് എപ്പോൾ? വിരുന്നിൻ്റെ 7-ാം ദിവസം, സൂര്യാസ്തമയത്തിന് മുമ്പ്. ചോദ്യം 65. പട്ടണവാസികൾ വന്ന് സാംസനോട് പറഞ്ഞ കടങ്കഥയുടെ പൊരുൾ എന്തായിരുന്നു? തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ചോദ്യം 66. സാംസനോട് പട്ടണവാസികൾ വന്ന് കടങ്കഥയുടെ പൊരുൾ പറഞ്ഞപ്പോൾ സാംസൺ പറഞ്ഞത് എന്ത്? എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. ചോദ്യം 67. എന്തു ചെയ്തില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പട്ടണവാസികളോട് പറയുന്നത്? എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ. ചോദ്യം 68. എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്? കടങ്കഥയുടെ സാരം. ചോദ്യം 69. ന്യായാധിപന്മാർ 14:19 സാംസന്റെ മേൽ ശക്തിയോടെ വന്നത് ആര്? കർത്താവിൻ്റെ ആത്മാവ്. ചോദ്യം 70. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നത് എങ്ങനെ? ശക്തിയോടെ. ചോദ്യം 71. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ എന്തു ചെയ്തു? സാംസൺ അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. ചോദ്യം 72. സാംസൺ പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് കൊടുത്തതെന്ത്? വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. ചോദ്യം 73. സാംസൺ അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് ആർക്കാണ് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക്. ചോദ്യം 74. സാംസൺ അഷ്കലോണിൽ ചെന്ന് എത്ര പേരെയാണ് കൊന്ന് കൊള്ളയടിച്ചത്? 30 പേരെ. ചോദ്യം 75. സാംസൺ കോപാക്രാന്തനായി എവിടേക്കാണ് പോയത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ചോദ്യം 76. സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത് എങ്ങനെ? കോപാക്രാന്തനായി. ചോദ്യം 77. സാംസൺ കോപാക്രാന്തനായി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയതിന് ശേഷം അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. ചോദ്യം 78. സാംസന്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായത് ആര്? സാംസന്റെ ഭാര്യ.